കൊഞ്ചുകൾ കേടാകാതെ സൂക്ഷിക്കാൻ തല താഴേക്ക് വെച്ച് മിനറൽ വാട്ടർ കുപ്പികളിൽ വെച്ച് കുപ്പിയുടെ മുകൾ ഭാഗം വരെ വെള്ളം നിറച്ച് അടപ്പ് മുറുക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ 1 വർഷം വരെ അവ കേടാകാതെ ഇരിക്കും. ബ്രെഡ് കേടാകാതെ ഇരിക്കാൻ ഒരു കഷ്ണം സെലറി ബ്രെഡിന്റെ കവറിനകത്ത് വയ്ക്കുക. അപ്പോൾ ബ്രെഡ് ഒരുപാട് കാലം കേടാകാതെ ഇരിക്കും. തക്കാളി കേടാകാതെ സൂക്ഷിക്കാൻ അതിന്റെ അടിയിൽ ഒരു കഷ്ണം ടേപ്പ് ഒട്ടിക്കുക. ഇങ്ങനെ ചെയ്താൽ തക്കാളി 2 ആഴ്ചയോളം കേടാകാതെ ഇരിക്കും. ഉരുളക്കിഴങ്ങും ആപ്പിളും ഒരുമിച്ച് വെച്ചാൽ ആപ്പിളിൽ നിന്ന് പുറത്തുവരുന്ന സുഗന്ധം കാരണം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളക്കില്ല. ബാക്കി വന്ന തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വയ്ക്കാതെ അതിന്റെ മുറിച്ച ഭാഗത്ത് 2 വെളുത്തുള്ളി വെച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇത് ബാക്ടീരിയയുടെ വളർച്ച തടയുകയും കുറച്ച് ദിവസത്തേക്ക് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. വിവിധ തരം ഫ്രൂട്ട്സ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. മാങ്ങയുടെ നടുവിൽ മുറിക്കുക, എന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുക. അപ്പോൾ മാങ്ങ എളുപ്പത്തിൽ 2ആയി മുറിയും. സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാം. പൈനാപ്പിളിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മുറിച്ചു മാറ്റുക. എന്നിട്ട് പകുതിയായി മുറിക്കുക. വരകളിലൂടെ കുറുകെ കുറച്ചു മുറിക്കുക. എന്നിട്ട് ലംബമായി കുറച്ചു മുറിക്കുക. ഇങ്ങനെ മുറിക്കുന്നത് വൃത്തിയുള്ളതും എളുപ്പമുള്ളതുമാണ്. ഒരു കത്തി ഉപയോഗിച്ച് മാതള നാരങ്ങയുടെ മുകൾ ഭാഗം ഒരു ചതുരത്തിൽ മുറിക്കുക. അതിനുശേഷം അതിലെ പൂവിന്റെ ഭാഗം എടുത്തു മാറ്റുക. മൂലകളിലൂടെ താഴേക്ക് കുറച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ഭാഗവും അടർത്തി മാറ്റുക. ശേഷം അതിലെ നാരെടുത്തു മാറ്റുക. ഒരു പാത്രത്തിന് മുകളിൽ വെച്ച് കൊട്ടുകൊടുത്താൽ വളരെ വൃത്തിയായി മുറിക്കാം. തണ്ണിമത്തൻ പകുതിയായി മുറിക്കുക. ഒരു കത്തിയെടുത്ത് കുറച്ച് കുറുകെ മുറിക്കുകയും കുറച്ച് ലംബമായി മുറിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ ഷർട്ടിന്മേലാവുമെന്ന് പേടിക്കണ്ട. ഓറഞ്ചിന്റെ 2 ഭാഗവും മുറിക്കുക. നടുവിലൊരു കട്ടുണ്ടാക്കുക. അതിനുശേഷം കഷ്ണങ്ങളായി മുറിക്കുക. ഇങ്ങനെ ചെയ്താൽ വൃത്തിയുള്ള ഓറഞ്ചിന്റെ കഷ്ണങ്ങൾ ലഭിക്കും. ടൂത്ത്പേസ്റ്റിന്റെ പലതരം ഉപയോഗങ്ങൾ. ടൂത്ത്പേസ്റ്റും ഡിറ്റർജന്റും മിക്സ് ചെയ്ത് ഷൂ ക്ലീൻ ആക്കിയാൽ അത് നിങ്ങളുടെ ഷൂസിലെ എല്ലാ കറകളും നീക്കം ചെയ്യും. സ്പ്രൈറ്റും ടൂത്ത്പേസ്റ്റും ഒരു പാത്രത്തിൽ ചേർത്ത് ഇളക്കി ഒരു സ്പ്രേ ബോട്ടിലിലാക്കുക. കുട്ടികൾ വരച്ച ചുമരുകളിൽ സ്പ്രേ ചെയ്ത് തുടച്ചാൽ വൃത്തിയാവും. ടൂത്ത്പേസ്റ്റ് ഒരു കോണിൽ വെച്ച് മുറിച്ച് അത് ടോയ്ലറ്റ് ടാങ്കിലിടുക. ടോയ്ലറ്റ് 1 വർഷം വരെ ദുർഗന്ധമില്ലാത്തതായിരിക്കും. ടൂത്ത്പേസ്റ്റും ക്ലീനിംഗ് ലിക്വിഡും ചേർക്കുക. അതുകൊണ്ട് കണ്ണാടി തുടച്ചാൽ കണ്ണാടി മിന്നുന്നതായിരിക്കും. ടവലിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ ടവൽ വെള്ളത്തിലിട്ട് 1 സെന്റിമീറ്റർ ടൂത്ത്പേസ്റ്റ്, ഉപ്പ്, വൈറ്റ് വൈൻ, ഡിറ്റർജന്റ് എന്നിവ ചേർക്കുക. 60 ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് മുക്കിവെച്ച് പതുക്കെ തിരുമുക. ടവൽ ഉടൻ തന്നെ വൃത്തിയാവും.